വടക്കൻ കേരളത്തിൽ മഴക്കെടുതികളിൽ 3 മരണം. ജില്ലകളിൽ പലയിടങ്ങളിലും മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടമുണ്ടായി. അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിലെ നിരവധി കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മാറ്റിപ്പാർപ്പിച്ചു. കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള വടക്കൻ ജില്ലകളിൽ ഒട്ടുമിക്കയിടങ്ങളിലും ഇടവിട്ടുള്ള കനത്ത മഴയാണ് തുടരുന്നത്. കോഴിക്കോട് നിന്ന് അനഘ ഹർഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വടക്കൻ കേരളത്തിൽ മഴക്കെടുതിയിൽ 3 മരണമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മലപ്പുറത്ത് 2.5 വയസ്സുകാരനും 4.5 വയസ്സുകാരനുമാണ് മരിച്ചത്. ഈ അബദ്ധത്തിൽ തോടിന് ഇരുവശത്തുകൂടി നടക്കുമ്പോൾ അബദ്ധത്തിൽ കാൽവഴുതി വീണാണ് 4.5 വയസ്സുകാരൻ മരണപ്പെട്ടത്. വയനാട് സ്വദേശിയായിട്ടുള്ള ബെന്നിയാണ് ഈ മോട്ടോർ ശരിയാക്കുന്നതിനിടയിൽ ഷോക്കേറ്റ് മരണപ്പെട്ടിരിക്കുന്നത്. വയനാട് തലപ്പുഴ കമ്പിപ്പാലം അതുപോലെ കാപ്പിക്കളം എന്നീ 3 പ്രദേശങ്ങളിലും വെള്ളം കയറിയിരുന്നു. ഈ പ്രദേശത്തെ വീടുകളൊക്കെ ഭാഗികമായി വെള്ളത്തിനടിയിൽ പെടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇവരെയൊക്കെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. വയനാട് ഇപ്പോഴും അതിശക്തമായ മഴ തുടരുകയാണ്. കോഴിക്കോട് കിഴക്കൻ മേഖലകളിലൊക്കെ അതിശക്തമായ മഴ ഇപ്പോഴുമുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി നഗരപ്രദേശങ്ങളിൽ മഴ അല്പം മാറി നിന്നെങ്കിലും വൈകുന്നേരത്തോടുകൂടി അതിശക്തമായ മഴ പലയിടത്തും പെയ്യുന്നുണ്ട്. ഈ താമരശ്ശേരി ഈങ്ങാപ്പുഴയിലെ നഗരത്തിൽ മുഴുവൻ വെള്ളം കയറിയിരുന്നു. ഈ പ്രദേശത്തെ കടകളിലൊക്കെ തന്നെ വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി. വലിയ നാശനഷ്ടമാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരിക്കുന്നത്. ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന വിലങ്ങാട് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അല്പം മുമ്പ് ഒരു യോഗം ചെയ്തിരുന്നു. സ്ഥിതി വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രദേശത്തെ തോടുകളിലും അതുപോലെ പുഴയിലുമൊക്കെ വെള്ളം ക്രമാതീതമായി ഉയരുന്ന സാഹചര്യമുണ്ട്. പ്രദേശത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. മറ്റൊന്നായി കക്കയത്ത് ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായാണ് ഈ കക്കയം ജലസംഭരണിയിൽ വെള്ളം ക്രമാതീതമായി ഉയരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഷട്ടറുകൾ ഉടൻ തുറക്കും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. ഈ തുടരുന്ന മഴയിൽ വീടുകൾക്കും റോഡുകൾക്കും ഒക്കെ തന്നെ കൃഷിയും കനത്ത നാശനഷ്ടം പലയിടത്തും ഉണ്ടായിട്ടുമുണ്ട്.